ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ കെയറിൽ നമുക്ക് മുടിക്ക് കളർ കൊടുക്കാം. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഹെയർ കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹെയർ കളറിങ്ങിനായിട്ട് കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ കളറിങ് ചെയ്യാം. നമ്മൾ സാധാരണയായിട്ട് കെമിക്കലായിട്ടുള്ള ഒരുപാട് ഹെയർ കളറിങ്ങിനുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഹെയർ കെയർ ചെയ്താൽ മാത്രം മതി. അതായത് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെയർ നല്ലൊരു കളറൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഇതിന് ശേഷം കുറേ കഴിയുമ്പോഴേക്കും നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആകാൻ തുടങ്ങും, അതേപോലെ മുടി പൊട്ടാൻ തുടങ്ങും, മുടി കൊഴിയാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഓയിലിംഗ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ഹെയർ മാസ്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഒരു ഇതിൽ ഒരുപാട് കെയർ ചെയ്യേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഹെയറിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഹെയർ നാച്ചുറലായിട്ട് കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കോഫി ബ്രൗൺ കളർ അങ്ങനെ ചെയ്യാറുണ്ട്, ബർഗണ്ടി കളർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ് കളർ ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഹെയർ കളറിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഹെയർ കളറിങ് ആണ്. അപ്പോൾ നമ്മൾ ഹെയർ കളറിങ്ങിനായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെന്നയാണ്. അപ്പോൾ ഹെന്നയുടെ ഒപ്പം തന്നെ നമ്മൾ കളറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാൽ മാത്രമേ നമ്മൾ അത് എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്ന് മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഹെയർ കളറിങ്ങിനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെന്ന പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഹെന്നയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മൈലാഞ്ചിയുടെ പൊടി വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. ഏത് കമ്പനി ഏത് ബ്രാൻഡ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വാസ്മോളിൻ്റെ ഷെഹനായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെന്ന പൗഡറാണ്. ഇതൊരു വലിയ പാക്കറ്റാണ് കേട്ടോ, കുറേ ഉണ്ട്. ഇത് എത്രയാണെന്ന വില? 110 രൂപയാണ് ഇതിന്. ഇതിൽ ഒരുവിധം നെല്ലിക്കയുടെ പൊടി, അതേപോലെ ഭൃംഗരാജ്, നമ്മുടെ കയ്യോന്നി, റീത്ത, ശിക്കാക്കായ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ഹെയറിൻ്റെ നീളവും ഉള്ളൊക്കെ അനുസരിച്ച് നമുക്ക് ഹെന്ന പൗഡർ എടുക്കാം. അപ്പോൾ ഞാനിതിൽ ആദ്യം തന്നെ ഹെന്ന പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ മുടിയുടെ ഒരു ഉള്ളും നീളമൊക്കെ അനുസരിച്ചാണ് എടുത്തേക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നാരങ്ങാ നീരാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നാരങ്ങാ നീരിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്, നമുക്ക് മുടി നന്നായിട്ട് സ്ട്രെങ്തൻ ആയിട്ടും അതേപോലെ മുടിക്ക് ഒരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നാരങ്ങാ നീര് മുടി സ്ട്രെയിറ്റൻ ചെയ്യാനൊക്കെ ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര് എടുത്തേക്കണത്. അപ്പോൾ നാരങ്ങാ നീര് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ കളറിങ്ങിനായിട്ട് നമുക്ക് നല്ല ചോക്ലേറ്റ് കളർ, നല്ല കോഫി ബ്രൗൺ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഫി പൗഡറിൻ്റെ വെള്ളം, അതായത് ഇത്തിരി വെള്ളത്തിൽ ഈ കോഫി പൗഡർ ഇട്ട് 1-2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ കിട്ടാനായിട്ട്, കോഫി ബ്രൗൺ കളർ കിട്ടാനായിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ നല്ലൊരു ബർഗണ്ടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ബർഗണ്ടി കളർ കിട്ടാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഒരു ഇടത്തരം നല്ല കളറായിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കുക, അതിൻ്റെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ജ്യൂസ് കിട്ടും, അതെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർക്കാം കേട്ടോ. കാരണം ഇത് ഒരുപാട് അങ്ങാണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെന്ന മിക്സ് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിലിടുമ്പോൾ അതിങ്ങോട്ട് ഒലിച്ചിറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഹെന്ന മിക്സ് നമ്മൾ റെഡിയാക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രമൊന്നും എടുക്കാൻ പാടില്ല, അതുപോലെ സ്റ്റീലിൻ്റെ സ്പൂണും എടുക്കാൻ പാടില്ല. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണൊന്നും കാണാത്തതുകൊണ്ടാണ് എന്നിട്ട് എടുത്തേക്കണം. നമുക്ക് മിക്സിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ മാറ്റാമല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലവർക്കൊരു സംശയം ഉണ്ടാവും, അതായത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി മുഴുവനായിട്ട് മജന്ത കളറാകുമോ അല്ലെങ്കിൽ ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറാകുമെന്ന്. അങ്ങനെയൊന്നും ആവുന്നില്ല. നമ്മുടെ മുടി വന്ന് വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒരു നല്ലൊരു ഷൈനിങ് ആയിട്ട്, നല്ലൊരു ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളറിൻ്റെ ഒരു ഷൈനിങ് നമുക്ക് കിട്ടും. അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ മജന്ത കളറൊന്നും ആകില്ല. അപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ നിങ്ങളുടെ മുടി നരച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കളറാവും ചെറുതായിട്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിരിക്കും കാണാനായിട്ട്.
അപ്പോൾ ഇപ്പോൾ മിക്കവരും കെമിക്കലായിട്ട് ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയറിന് കളർ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, നമ്മുടെ ഹെയർ ഒന്നും കൊഴിഞ്ഞു പോകുകയോ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല, ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. നമുക്ക് മുടിക്കാണെങ്കിലും നല്ലതാണ്. നമ്മൾ ഹെന്ന ചെയ്യുന്നത് മുടിക്ക് കളർ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മുടിയിൽ താരനുണ്ടെങ്കിൽ അത് മാറും, മുടി കൊഴിച്ചില്ല, മുടിക്ക് നല്ല ഉള്ളില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടൊക്കെ ഹെന്ന നല്ലതാണ്. നമുക്ക് മുടിക്ക് പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫേസ് പാക്കൊക്കെ ചെയ്യില്ല, നമ്മുടെ മുഖത്തിൻ്റെ ഇത്തിരി കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുഖം ഇത്തിരി കൂടി സോഫ്റ്റും ക്ലിയർ ആകാനും, അതുപോലെ മുഖക്കുരുക്കം, അതേപോലെ തന്നെ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഹെന്ന. ഞാനൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. അതായത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവരുത്, ഒരു ഇത്തിരി ലൂസായിരിക്കണം. കാരണം നമ്മളിത് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യണില്ല, നമ്മൾ ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി ലൂസായിരുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതൊന്നും ഇത്തിരി കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക, ഒട്ടും ഒരുപാട് അങ്ങോട്ട് ലൂസാവരുത്, ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് എന്തെങ്കിലും ഇരുമ്പിൻ്റെ ആണിയോ എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് നമ്മൾ ഈ മിക്സ് ചെയ്യണ ഈ ഒരു സംഭവത്തിൽ അയണിൻ്റെ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലല്ല എടുത്തേക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ കണ്ടെയ്നർ, അത് ഇരുമ്പിൻ്റെ ചട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഹെന്ന മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ദിവസത്തേക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നർ മൂടിയിട്ട് അതേപോലെ തന്നെ സൂക്ഷിച്ച് എവിടെയെങ്കിലും മാറ്റി വെക്കാം, പിറ്റേ ദിവസം എടുക്കാം. അപ്പോൾ ഹെന്ന എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ട്, അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യും, കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഹെന്ന നമുക്ക് സ്വയം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യണതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല കേട്ടോ. പിന്നെ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തണുപ്പടിക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.